ഹലോ, എല്ലാവർക്കും ഈ ആഴ്ച എൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴത്തെ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. ഇതാണ് എൻ്റെ ഹോസ്റ്റല്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ പോയി സാധനം മേടിച്ചിട്ട് വരാമെന്ന്. ഇപ്പം സമയം 2:30 ആയതേ ഉള്ളൂ. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം നല്ല തിരക്കായിരിക്കും നമ്മൾ ഈവനിങ് പോകാനിരുന്നാൽ. തന്നെയല്ല ഫ്രഷ് സാധനവും കിട്ടത്തില്ല, അപ്പോഴേക്കെല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് തന്നെ ഇറങ്ങി. അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. മാംഗോ എന്നാണ് പേര്. ചെന്നപ്പോഴേ അധികം തിരക്കില്ലായിരുന്നു കേട്ടോ. ചെന്നപ്പോഴേ ഞാൻ പച്ചക്കറി സെക്ഷനിലോട്ടാണ് പോയത്. കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തു. അവിടെ ചെന്നപ്പോൾ അടിപൊളി ഒരു സാധനം കിട്ടി. ചീര, നല്ല ഫ്രഷ് ചീരയായിരുന്നു കേട്ടോ. ഒരുപാട് ഇഷ്ടമാണ് ചീര. നാട്ടിലായാലും പച്ചക്കറി കടയിൽ പോയി കഴിഞ്ഞാൽ ചീര ഉണ്ടെങ്കിൽ ഞാനത് മേടിക്കാതിരിക്കത്തില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് ചീര. അങ്ങനെ ചീരയും എടുത്തു. പിന്നെ ഞാൻ മീൻ സെക്ഷനിലോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ മത്തി ഉണ്ടായിരുന്നു, അയില ഉണ്ടായിരുന്നു, തേടുണ്ടായിരുന്നു, വലിയ ഏതാണ്ടൊക്കെ കുറേ മീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ മത്തി, നമ്മൾ വലിയ മത്തിയാണെങ്കിൽ കൂടി നമ്മുടെ രുചിയുള്ളത് കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അയിലയാണ് വാങ്ങിച്ചത്. അയില കുറച്ച് ഫ്രഷായിട്ട് തോന്നി. അപ്പോൾ ഓൾറെഡി അവരെല്ലാം നമുക്ക് കട്ട് ചെയ്ത് തരും. പിന്നെ നമ്മുടെ രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഇപ്രാവശ്യം ഞാൻ വേറെ രീതിയിലാണ് കേട്ടോ മീൻകറി വെക്കാൻ പോകുന്നത്. അതെന്താണെന്ന് നോക്കാം. ആദ്യം ഇതെല്ലാം ഞാൻ എടുത്തു. മീൻകറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു. വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളിയാണ് എടുക്കുന്നത്. കുടംപുളി ഉണ്ടെങ്കിൽ അത് എടുക്കാം. പിഴുപുളി ആണെങ്കിലും എടുക്കാം. പിഴുപുളി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. കുടംപുളി ആണെങ്കിലും നല്ല രുചിയായിരിക്കും കേട്ടോ. എല്ലാ ദിവസവും അതുപോലെ തന്നെ ഈ തേങ്ങ പച്ച അരച്ച് കറി വെക്കത്തില്ല, മീൻ നമ്മൾ പച്ച അരച്ച് കറി വെക്കത്തില്ല. അതിപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. എനിക്ക് വെച്ചപ്പോൾ എനിക്ക് ആ രുചിയാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ തേങ്ങ അരച്ച് കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് വിഷമിക്കേണ്ട, ഈ രീതിയിൽ നമുക്ക് കറി വെച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം വഴറ്റിയെടുത്തു. 2 തക്കാളിയും കൂടി ഇട്ടു കേട്ടോ. തക്കാളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ആ പുളിക്ക് നല്ല പുളിയായിരുന്നു. പക്ഷേ ഞാൻ കുറച്ച് തക്കാളിയും കൂടി ഇട്ടു. അതുപോലെ തന്നെ ഉലുവയും ഇട്ടു. ഉലുവ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിലിടാം. പക്ഷേ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉലുവയും കൂടെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിയും എല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ എണ്ണയ്ക്ക് നല്ലതുപോലെ അത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അറിയാലോ, എൻ്റെ ചട്ടി അറിയാലോ എല്ലാവർക്കും. ചട്ടി എല്ലാവർക്കും സുപരിചിതമാണല്ലോ. അപ്പോൾ അതിനകത്തോട്ട് പച്ചമുളകും കറിവേപ്പിലയും ബാക്കിയുള്ള തക്കാളിയും കൂടി ഇട്ടു. ഞാൻ എല്ലാ തക്കാളിയും എടുത്തില്ല കേട്ടോ. ബാക്കിയുള്ള തക്കാളിയും പിന്നെ പുളിയും കൂടി ഇട്ടു. പിന്നെ നമ്മൾ അപ്പോഴത്തേക്ക് അരപ്പെടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിക്കകത്ത് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് അറിയാവുന്നതാണെങ്കിൽ കൂടിയും, പക്ഷെ ഭയങ്കര ടേസ്റ്റാണിത്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കറി വെക്കുന്നത്. അപ്പം നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, നമ്മൾ തേങ്ങ എടുത്ത് അരയ്ക്കുന്ന പോലെ ആ ഒരു കളറും ആ ഒരു ടെക്സ്ചറും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയ അയിലയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അയിലയായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കഴുകി അരപ്പ് തിളച്ചപ്പോഴത്തേക്ക് ഞാൻ അതോട്ടിട്ടു. പിന്നെ 4 അയില കഷ്ണം എടുത്ത് വറുക്കാനും കൂടെ എടുത്തു. അപ്പം നമ്മുടെ അയിലക്കറി ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കടുക് വറുത്തും കൂടെ ഒഴിക്കാം. അപ്പം എൻ്റെ ഇവിടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വന്നിപ്പം ഞാൻ അടിപൊളിയായിട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു, കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമുക്ക് ആ ചട്ടിക്കകത്തോട്ട് തന്നെ കടുക് വറുത്ത ചട്ടിക്കകത്തോട്ട് തന്നെ നമുക്ക് അയിലയും കൂടെ വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ അയിലയും ഇവിടെ വറുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ആ ചീര നല്ല വൃത്തിക്ക് കഴുകി തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിധത്തിൽ അരിഞ്ഞെടുത്തു. എനിക്ക് അരിയാനൊക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ചീര ആയതുകൊണ്ട് നല്ലതുപോലെ തന്നെ അരിഞ്ഞെടുത്തു. അതിൻ്റെ അരപ്പും എടുത്ത് നല്ല വൃത്തിയായിട്ട് ശകലം വെള്ളമൊക്കെ താളിച്ച് നല്ല അടിപൊളിയായിട്ട് ചീരയും വെന്തെടുത്തു. അപ്പോൾ ചോറും വെച്ചു. അപ്പോൾ ചോറുണ്ട്, ചീരത്തോരനുണ്ട്, മീൻ വറുത്തയുണ്ട്, അയലക്കറിയുണ്ട്. ഇപ്രാവശ്യം എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അയലക്കറിയല്ല കേട്ടോ, ചീരയാണ്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.